بسم الله الرحمن الرحيم. قال يا هارون ما منعك إذ رأيتهم ضلوا ألا تتبعني أفعصيت أمري قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1010 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് താഹയിലെ 92 മുതൽ 94 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്ത് ക്ലാസ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ ഹാറൂൻ മാ മനഅക ഇദ് റഅയ്തഹും ളല്ലൂ അല്ലാ തത്തബിഅനി അഫഅസൈത അംരി قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي. صدق الله العلي. സൂറത്ത് താഹയിലെ 92 മുതൽ 94 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം തൂർ പർവ്വതത്തിന്റെ പരിസരത്ത് വെച്ചുകൊണ്ടുള്ള അല്ലാഹുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് തന്റെ സമൂഹത്തിലേക്ക് തിരികെ വന്നിരിക്കുന്ന ആ സന്ദർഭത്തിൽ നടന്ന സംഭാഷണങ്ങളാണ്, അവിടെ അരങ്ങേറിയ സംഭവങ്ങളാണ് സൂറത്ത് ത്വാഹയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വിവരിക്കപ്പെടുന്നത്. ഇതിന്റെ ചില ഭാഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഭാഷണങ്ങൾ നമ്മൾ ഇതിനകം വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. ഇവിടെ 92 മുതൽ 94 വരെയുള്ള ഈ ആയത്തുകളിൽ മൂസ അലൈഹിസ്സലാം തന്റെ ജ്യേഷ്ഠ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമിനോട് നടത്തുന്ന സംഭാഷണമാണ് അടങ്ങിയിട്ടുള്ളത്. തൂർ പർവ്വതത്തിന്റെ പരിസരത്തേക്കായി ബനു ഇസ്രായേൽ സമൂഹത്തെയും നയിച്ചുകൊണ്ട് പോകുന്നതിനിടക്ക് മൂസ അലൈഹിസ്സലാം അല്പം ധൃതി കാണിച്ചുകൊണ്ട് നേരത്തെ പോവുകയും സ്വജനതയെ നയിച്ചു കൊണ്ടുവരാൻ ഹാറൂൻ അലൈഹിസ്സലാമിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. തന്റെ അസാന്നിധ്യത്തില് ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ നേതൃത്വം വഹിക്കുക എന്നതാണ് ഹാറൂൻ അലൈഹിസ്സലാമിന് ഏൽപ്പിക്കപ്പെട്ടിരുന്ന ചുമതല. മൂസ അലൈഹിസ്സലാം തിരികെ എത്തുന്നത് വരെ എല്ലാ കാര്യങ്ങളിലും ആ സമൂഹത്തിന്റെ നേതാവായിട്ട് അവര് നേരിടുന്ന പ്രശ്നങ്ങളിലൊക്കെ തന്നെ തീരുമാനമെടുക്കാനോ അക്കാര്യങ്ങളിൽ അവർക്ക് ആവശ്യമായ ശരിയായ മാർഗദർശനം നൽകാനോ ഒക്കെയുള്ള ചുമതലയാണ് ഹാറൂൻ അലൈഹിസ്സലാമിനെ മൂസ അലൈഹിസ്സലാം ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഹാറൂൻ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലായിട്ട് ഈ സമൂഹം നിലകൊള്ളുന്ന അവസരത്തിലാണ്, മൂസ അലൈഹിസ്സലാമിന്റെ അസാന്നിധ്യത്തിലാണ് സാമിരി മുൻകൈ എടുത്തുകൊണ്ട് സ്വർണമൊരുക്കി പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി പൂജിക്കാനൊക്കെ തുടങ്ങുന്നത്.
ഈ കാര്യത്തെക്കുറിച്ചാണ് കൂടിക്കാഴ്ച വേളയിൽ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് ഉണർത്തുന്നത്. മൂസ അലൈഹി ഇസ്ലാമിൽ അത് വലിയ ഞെട്ടലും ആഘാതവും ഒക്കെയാണ് ഉണ്ടാക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് സ്വന്തം സമൂഹത്തിലേക്ക് തിരികെ എത്തി അവരോട് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ കാണുകയുണ്ടായി. അതിനുശേഷം മൂസ അലൈഹി ഇസ്ലാം സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ നേരെ തിരിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ സംഭാഷണം അരങ്ങേറുന്നത്. ഖാല, മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ഹാറൂനു മാ മനഅക ഇദ് റഅയ്തഹും ളല്ലു. ഹാറൂനെ, ഇവർ വഴിതെറ്റിപ്പോകുന്നത് കണ്ടപ്പോ താങ്കളെ എന്താണ് തടഞ്ഞു നിർത്തിയത്? ഈ ജനത വഴികേടിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോ അല്ലാ തത്തബിഅനി, ഇക്കാര്യത്തിലുള്ള എന്റെ മാർഗം, എന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണ്ട നടപടികൾ എടുക്കാതിരിക്കാൻ, അങ്ങനെയുള്ള നീക്കങ്ങളിൽ നിന്ന് താങ്കളെ തടഞ്ഞത് എന്താണ് എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ചോദിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഈ സമൂഹം വഴികേടിലേക്ക് പോകുന്നത് കണ്ടപ്പോ ഹാറൂനെ നീ എന്തേ നോക്കി നിന്നത് എന്നതാണ് ചോദ്യം. കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കുകയായിരുന്നോ? ഇത്തരം സന്ദർഭങ്ങളിൽ ഏത് നിലക്കാണ് സമൂഹത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നത്, അവർക്ക് എന്ത് വിധത്തിലുള്ള മാർഗദർശനമാണ് നൽകിക്കൊണ്ടിരിക്കേണ്ടത് എന്നത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണല്ലോ. അതുകൂടാതെ തന്നെ രണ്ടുപേരെയും അള്ളാഹു ചുമതല ഏൽപ്പിച്ചുകൊണ്ട് പ്രവാചകന്മാരായി നിശ്ചയിച്ചത് ആണ് എന്നതിനാൽ തന്നെ ഹാറൂൻ അലൈഹി ഇസ്ലാമിനും അക്കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ട്. എങ്ങനെയാണ് സമൂഹത്തെ നയിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ദിശാബോധവും മാർഗദർശനവും ഒക്കെ ഇരുവർക്കും ഉണ്ടായിരുന്നതാണ്. ഇപ്പോ തൂർ പർവ്വതത്തിന്റെ അരികിലേക്ക് പോകുന്ന ഘട്ടത്തിലും മൂസ അലൈഹി ഇസ്ലാം ഹാറൂൻ അലൈഹി ഇസ്ലാമിന് പ്രത്യേകമായിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ പ്രവാചകത്വ ദൗത്യത്തില് നമ്മൾ മനസ്സിലാക്കിയതുപോലെ മുഖ്യമായ ചുമതല മൂസ അലൈഹി ഇസ്ലാമിനായിരുന്നു. മൂസ അലൈഹി ഇസ്ലാമാണ് പ്രായത്തില് ഇളയവൻ എങ്കിലും പ്രവാചകത്വ ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ട കാര്യത്തില് ഉയർന്ന പദവിയിൽ ഇരിക്കുന്നത് മൂസ അലൈഹി ഇസ്ലാമാണ്. പ്രായത്തില് മുന്നിൽ നിൽക്കുന്ന ആളാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം എങ്കിലും ചുമതലകളിൽ അദ്ദേഹം മൂസ അലൈഹി ഇസ്ലാമിന്റെ പുറകിലായിരുന്നു. ഇതാണ് ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. മുഖ്യമായ ചുമതല മൂസ അലൈഹി ഇസ്ലാമിനായിരുന്നു എന്നതാണ്. മൂസ അലൈഹി ഇസ്ലാം തിരികെ വന്നപ്പോ സമൂഹം ഈ വിധത്തിൽ വഴികേടിലായത് കണ്ടപ്പോ സാമിരി മുൻകൈ എടുത്തുകൊണ്ട് അവരെ വിഗ്രഹ പൂജകരാക്കി മാറ്റിയ സംഭവങ്ങളൊക്കെ അറിയാനിടയായപ്പോ മൂസ അലൈഹി ഇസ്ലാമിന് അത് വലിയ ഞെട്ടലുണ്ടാക്കുകയാണ്. ഒരു ധീരോദാത്തമായ പോരാട്ടം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധിക്കാരിയായ ഭരണാധികാരിയെ നേരിട്ടുകൊണ്ട് അയാളോട് കൊമ്പ് കോർത്തുകൊണ്ടൊക്കെ ഒരു പോരാട്ടം കാഴ്ചവെച്ച് സ്വന്തം ജനതയെ അവരിൽ നിന്ന് വിമോചിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് ആവശ്യമായ ജീവിത മാർഗദർശനം അള്ളാഹു നൽകുന്നതിനായി, അത് ഏറ്റുവാങ്ങുന്നതിനായി തൂർ പർവ്വതത്തിന്റെ അടുക്കൽ പോയി തിരിച്ചു വരുന്ന ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം കാണുന്നത് തന്റെ ജനത അടിസ്ഥാനപരമായി തന്നെ പിഴച്ചു പോയിരിക്കുന്നു എന്നതാണ്. ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറയിൽ തന്നെയാണ്, അതിന്റെ കടക്കിൽ തന്നെയാണ് ഇവിടെ കത്തിവെച്ചിരിക്കുന്നത് എന്നത് അദ്ദേഹത്തിന് കാണാൻ പറ്റുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിൽ അത് വലിയ നിരാശയും വിഷമവും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്.
മൂസ അലൈഹിസ്സലാം തന്റെ ആളുകളോട് ചോദിച്ചു വിശദമായിട്ട് എന്താണ് ഉണ്ടായത്, ഞാനിവിടെ ഇല്ലാതായ നേരത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്നതൊക്കെ. അവര് ചില ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങള് സ്വന്തം നിലക്ക് ചെയ്തതല്ല, സാമിരി മുൻകൈ എടുത്തുകൊണ്ട് ആഭരണങ്ങൾ ആളുകളിൽ നിന്ന് വാങ്ങിച്ച് അത് ഉരുക്കി അത് തീയിലിട്ട് ഉരുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളും അതിലേക്ക് ആഭരണങ്ങൾ ഇട്ടു എന്നേ ഉള്ളൂ. പിന്നീട് അതിൽ നിന്ന് ഒരു ഹുവാറുള്ള ജസദുള്ള ഒരു എജിലിനെ ഉണ്ടാക്കിയത് സാമിരിയാണ്, എന്നിട്ട് സാമിരിയാണ് ഞങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രക്ഷപ്പെടാൻ വേണ്ടി അവർ ശ്രമിച്ചത്. ഹാറൂൻ അലൈഹി ഇസ്ലാം ഇടപെട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോ നേരത്തെ നമ്മൾ കണ്ടു അത്. അപ്പൊ അവര് പറഞ്ഞത് ഇക്കാര്യത്തിൽ ഞങ്ങൾ മറിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് മൂസ അലൈഹി ഇസ്ലാം തിരികെ എത്തിയതിന് ശേഷം മാത്രമായിരിക്കും. അതുവരെ ഞങ്ങള് ഈ പശുക്കുട്ടീനെ പൂജിക്കുന്ന ഏർപ്പാടില് തുടർന്നുകൊണ്ടിരിക്കും എന്ന ഒരു കാര്യമാണ്, ഒരു നിലപാടാണ് ആ ജനത ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ അറിയിക്കുന്നത്. ഇപ്പൊ മൂസ അലൈഹി ഇസ്ലാം തിരികെ എത്തിയതിനു ശേഷം ജനങ്ങളോട് ആദ്യം സംസാരിച്ചതിന് ശേഷം ഹാറൂൻ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് അന്വേഷിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഖാല, മൂസ അലൈഹി ഇസ്ലാം ചോദിച്ചു, യാ ഹാറൂൻ മാ മനഅക ഇദ് റഅയ്തഹും ളല്ലു, എന്താണ് ഹാറൂനെ നിന്നെ തടഞ്ഞു നിർത്തിയ സംഗതി? ഇദ് റഅയ്തഹും ളല്ലു, അവര് വഴിപിഴച്ചു പോയത് നിനക്ക് കാണാനിടയായപ്പോ, അത് നീ കണ്ടല്ലോ, നിന്റെ കൺമുന്നിലാണ് അവര് സ്വർണ്ണം ഒരുക്കി പശുക്കിടാവിനെ ഉണ്ടാക്കിയതും അതിനെ പൂജിക്കാൻ തുടങ്ങിയതും ഒക്കെ. അങ്ങനെയുള്ള ഒരു വ്യതിചലനം, ഒരു വഴികേടിലേക്ക് വ്യക്തമായും അവര് നീങ്ങുന്നത് കണ്ടപ്പോ എന്താണ് നിന്നെ തടഞ്ഞു നിർത്തിയത്? അല്ലാത്തത്തബിയാനി, അക്കാര്യത്തിൽ എന്റെ മാർഗദർശനം അല്ലെങ്കിൽ എന്റെ നിർദ്ദേശങ്ങള് പിന്തുടരാതിരിക്കാൻ നിനക്ക് എന്ത് തടസ്സമാണ് വന്നുപെട്ടത്? ഈ എന്നെ ഈ കാര്യത്തിൽ എന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കാൻ എന്തുണ്ടായി? പാലിക്കുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞ കാര്യം എന്താണ്? ഇതാണ് മൂസ അലൈഹി ഇസ്ലാം ചോദിക്കുന്നത് ഹാറൂൻ അലൈഹി ഇസ്ലാം. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് ഒന്നുകൂടി ഒരു ഊന്നലോടുകൂടി, അഫഅസൈത അംരി, എന്റെ കൽപ്പനയെ നീ ധിക്കരിക്കുക തന്നെ ആയിരുന്നോ? ഞാൻ നൽകിയ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നീ അനുസരണക്കേട് കാണിക്കുക തന്നെ ആയിരുന്നോ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ചോദിക്കുന്നത്. ഇവിടെ കുടുംബപരമായ ജ്യേഷ്ഠാനുജ ബന്ധങ്ങളില് ആവശ്യമായ അനുസരണ കാര്യത്തിനെ കുറിച്ചല്ല പറയുന്നത്. ചുമതല ഏൽപ്പിക്കപ്പെട്ട രണ്ട് പ്രവാചകന്മാരുടെ കൂട്ടത്തില് മുഖ്യമായ ചുമതല നൽകപ്പെട്ടിരുന്ന മൂസ അലൈഹി ഇസ്ലാം, അദ്ദേഹമാണ് നേതാവ്. അദ്ദേഹം തന്റെ സഹകാരിയായിട്ട് വസീറായിട്ട് നിയമിക്കപ്പെട്ട സഹപ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യമാണിത്. അഫഅസൈത അംരി, നീ എന്റെ നിർദ്ദേശങ്ങള് ലംഘിക്കുക തന്നെ ആയിരുന്നോ? കരുതിക്കൂട്ടി ലംഘിക്കുക തന്നെ ആയിരുന്നോ? എന്തേ നീ നോക്കി നിന്ന് കളഞ്ഞത്? ഈ സമൂഹം ഒന്നടങ്കം വഴികേടിലേക്ക് പോകുന്നത് കണ്ടപ്പോ നീ കാഴ്ചക്കാരനായിട്ട് നിൽക്കാൻ, നടപടിയൊന്നും സ്വീകരിക്കാതെ നിലകൊള്ളാൻ നിനക്ക് കാരണമായ എന്ത് തടസ്സമാണ് നിനക്കുണ്ടായിരുന്നത് എന്നതാണ് ചോദ്യം. ഹാറൂൻ അലൈഹി ഇസ്ലാം നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. സമാനമായ മറുപടി വേറെയും ചില ഭാഗങ്ങളിൽ സൂറത്തുൽ അഅറാഫിൽ പോലെയുള്ള ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത്, ഖാല, മൂസ അലൈഹി ഇസ്ലാമിനെ ഒരു സ്നേഹത്തിന്റെയും അടുപ്പം കാണിക്കലിന്റെയുമായ ഒരു രീതിയിൽ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. യബ്ന എന്റെ ഉമ്മാന്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്റെ സ്വന്തം സഹോദര, എന്റെ അനിയ, അല്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ മകനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. യബ്ന ലാ തഅഖുദ് ബിലിഹിയതി വലാ ബിറഅസി, നീ എന്റെ താടിയും മുടിയും പിടിച്ചു വലിക്കല്ലേ.
എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാം നല്ല ക്രോധത്തില് ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ ലിഹിയത്തും റഹസും പിടിച്ചു വലിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ലളിതമായ ഒരു കാര്യമല്ല, വളരെ ഗൗരവമുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ ഗൗരവത്തിൽ തന്നെയാണ് മൂസ അലൈഹി ഇസ്ലാം ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ താടിയും മുടിയും ഒക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിക്കുന്നത്. യബ്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം മറുപടി നൽകുന്നത്. ലാ തഅഖുദ് ബിലിഹിയതി വലാ ബിറഅസി, എന്റെ താടിയും മുടിയും നീ പിടിച്ചു വലിക്കല്ലേ. ഇന്നി ഖശീതു അൻ തഖൂല ഫറഖ്ത ബൈന ബനി ഇസ്രായീൽ, ഞാൻ വലിയ കടുപ്പുള്ള നടപടികളിലേക്കൊന്നും പോകാതിരുന്നതിന്റെ ഒരു കാരണം ഇതാണ്. ഇന്നി ഖശീതു, ഞാൻ ഭയപ്പെട്ടു, അൻ തഖൂല, കുറച്ചു കഴിഞ്ഞാല് നീ ഇങ്ങനെ പറയുമെന്ന്. ഫറഖ്ത ബൈന ബനി ഇസ്രായീൽ, ഇസ്രായേൽ സമൂഹത്തില്, ഇസ്രായേൽ കുലത്തില്, ഇസ്രായേൽ വംശക്കാരുടെ ഇടയില് നീ ഭിന്നിപ്പുണ്ടാക്കി കളഞ്ഞു എന്ന് കുറച്ചു കഴിഞ്ഞാൽ മൂസെ നീ പറഞ്ഞു കളയും എന്നാണ് എനിക്ക് പേടിയുണ്ടായത്. അങ്ങനെ ഒരു പേടി എന്നെ പിടികൂടിയിരുന്നു. ഞാനിപ്പോ ഈ പശുക്കിടാവിനെ ഉണ്ടാക്കി വിഗ്രഹ പൂജ തുടങ്ങിയ ആളുകൾക്കെതിരില് ശക്തമായ നടപടി എടുത്തുകൊണ്ട് അവരെയൊക്കെ വെട്ടിമാറ്റിയിരുന്നെങ്കിൽ, ബനു ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്കെതിരിൽ കടുത്ത നടപടി എടുക്കാൻ ഞാൻ മുതിർന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭിന്നത ഉണ്ടാവുകയാണ്, ഒരു പിളർപ്പ് ഉണ്ടാവും. എല്ലാവരും എന്നെ പിന്തുണച്ചോളൊന്നും ഇല്ല. കുറെ പേര് സാമിരിയോടൊപ്പം നിലകൊള്ളാനാണ് സാധ്യത എനിക്ക് കാണാൻ പറ്റിയത്. അപ്പൊ ഞാൻ ഈ കടുത്ത നടപടി എടുത്തുകൊണ്ട് അവർക്കെതിരില് രംഗത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബനു ഇസ്രായേൽ സമൂഹത്തില് ഒരു പിളർപ്പുണ്ടാകും, അവര് രണ്ട് കക്ഷികളൊക്കെ ആയിട്ട് മാറും എന്നതായിരുന്നു അവസ്ഥ. ഞാൻ പേടിച്ചത് നീ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബനു ഇസ്രായേൽ സമൂഹത്തിനിടക്ക് കുറഞ്ഞ കാലത്തിനുള്ളില് മൂസ അലൈഹി ഇസ്ലാമിന്റെ അഭാവത്തില് വലിയൊരു വിള്ളലുണ്ടാക്കി, പിളർപ്പുണ്ടാക്കി എന്ന് നീ എന്നെ ആക്ഷേപിച്ചു കളയും എന്നായിരുന്നു എന്റെ പേടി. വലം തർഖുബ് ഖൗലി, എന്റെ ഒരു വാക്കിനായിട്ട് നീ കാത്തുനിന്നില്ല എന്നും മൂസ അലൈഹി ഇസ്ലാം ഹാറൂൻ അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു കളയും എന്നാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം ഇവിടെ പറയുന്നത്. ഞാൻ ഭയപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബനു ഇസ്രായേൽ സമൂഹത്തിന് ഇടയില് ഒരു വിള്ളലുണ്ടാക്കി കളഞ്ഞു എന്ന് നീ എന്നെ പറ്റി ആക്ഷേപം ഉന്നയിക്കാൻ ഇടയുണ്ട്. അതേപോലെ തന്നെ ഞാനൊന്ന് തിരിച്ചു വരാൻ, എന്റെ ഒരു വാക്ക് ഈ വിഷയത്തിൽ കേൾക്കാൻ നീ കാത്തു നിന്നില്ല എന്നും ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ഇടയുണ്ട്. ഇതായിരുന്നു ഞാൻ പേടിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു കടുത്ത നടപടിയിലേക്കൊന്നും പോകാതിരുന്നത് എന്നാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം ഇവിടെ സഹോദരൻ മൂസ അലൈഹി ഇസ്ലാമിന് വ്യക്തമാക്കി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ബനു ഇസ്രായേൽ സമൂഹം മൂസ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ രംഗത്ത് വന്ന ആ ഘട്ടത്തിൽ ഏകദൈവ വിശ്വാസത്തിന്റെ ആളുകളായിട്ടാണ്, ആ ആദർശം മുറുകെ പിടിക്കുന്നവരായിക്കൊണ്ടാണ് രംഗത്ത് വരുന്നതും അവരുടെ പ്രയാണം തുടങ്ങുന്നതും ഒക്കെ. ആ യാത്രക്കിടയില് സാമിരി അവർക്കിടയിൽ വലിയൊരു കുഴപ്പമുണ്ടാക്കുകയും അവരെ ഒന്നടങ്കം വഴിതെറ്റിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ബനു ഇസ്രായേൽ സമൂഹം എന്തിനു വേണ്ടി ഒരൊറ്റ സമൂഹമായി നിലകൊള്ളുന്നു? അവരുടെ ദുരിതപർവങ്ങളുടെ ആ ഘട്ടത്തില് എന്തിനു വേണ്ടി അള്ളാഹു അവരിലേക്ക് രണ്ട് ദൂതന്മാരെ അയച്ചു എന്ന ചോദ്യങ്ങളൊക്കെ വളരെ അപ്രസക്തമാക്കുന്ന വിധത്തില് ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ തകർത്തു കളയുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് സാമിരി ആ സമൂഹത്തെ നയിക്കുകയുണ്ടായത്. തീർച്ചയായിട്ടും അത് നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അടിയന്തരമായിട്ട് ഹാറൂൻ അലൈഹി ഇസ്ലാം അക്കാര്യത്തിൽ നടപടി എടുത്തേ പറ്റൂ. അവരിലെ അക്രമികളെ
ബാക്കിയുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തി അവർക്കെതിരിൽ കടുത്ത നടപടി സ്വീകരിച്ചുകൊണ്ടും മറ്റുള്ളവരെ വളരെ അനിവാര്യമായ വിധത്തിലുള്ള ചില ബോധ്യപ്പെടുത്തൽ നടത്തിക്കൊണ്ട് അവരെ ശരിയായ മാർഗത്തിലേക്ക് തിരികെ കൊണ്ടുവരികയൊക്കെ ചെയ്യുക എന്നത് തീർച്ചയായിട്ടും നിർവഹിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷെ മൂസ അലൈഹി ഇസ്ലാം വരുന്നതിന് മുമ്പ് ഹാറൂൻ അലൈഹി ഇസ്ലാം സ്വന്തം നിലക്ക് അത്തരം നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനോട് അവർ പ്രതികരിച്ചത് എന്താണെന്ന് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് ഹാറൂൻ അലൈഹി ഇസ്ലാം പോവുകയാണെങ്കിൽ ബനൂ ഇസ്രായേൽ സമൂഹത്തിനകത്തൊരു വിള്ളലുണ്ടാകും. കുറെ പേര് സാമിരിയുടെ കൂടെ കൂടും, കുറച്ചു പേരൊക്കെ ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ കൂടെ നിന്ന് എന്നും വരും. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം തിരികെ വരുമ്പോ കാണുന്നത് അങ്ങനെ ഒരു കാഴ്ചയായിരിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്ന ബനൂ ഇസ്രായേൽ സമൂഹം നെടുകെ പിളർന്ന് കിടക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവും. അപ്പോ തീർച്ചയായിട്ടും മൂസ അലൈഹി ഇസ്ലാം ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ ആക്ഷേപിക്കുക ഇത് പറഞ്ഞുകൊണ്ടായിരിക്കും, ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ നീ ഒരു വിള്ളലുണ്ടാക്കി കളഞ്ഞു, ഒരു പിളർപ്പുണ്ടാക്കി കളഞ്ഞു, അതുപോലെ ഞാനൊന്ന് തിരിച്ചു വരാൻ നീ കാത്തു നിന്നില്ല, ഈ വിഷയത്തിൽ എന്റെ ഒരു വാക്ക് കേൾക്കാൻ നീ സന്നദ്ധനായില്ല, കാത്തു നിന്നില്ല എന്ന കാര്യമായിരിക്കും മൂസ അലൈഹി ഇസ്ലാം പറയുക. ഈ ഒരു ഭയമാണ് അടുത്ത നടപടികളിലേക്കൊന്നും പോകാതെ നിൽക്കാൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ പ്രേരിപ്പിച്ചത് എന്നാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം ഇവിടെ വ്യക്തമാക്കുന്നത്. ഈ സംഭവങ്ങള് വിശുദ്ധ ഖുർആനിൽ വേറെയും ചിലയിടങ്ങളിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്തുൽ അഅറാഫിലെ 150-ാമത്തെ ആയത്തിൽ നമുക്ക് ഇതേ കാര്യം മറ്റൊരു രൂപത്തിൽ പറയുന്നത് കാണാൻ പറ്റും. യബ്ന എന്നാണ് അവിടെ വിളിക്കുന്നത്. ചെറിയൊരു ശൈലിയിൽ മാറ്റമുള്ള വിധത്തിലാണ്. എന്റെ ഉമ്മാന്റെ മോനെ എന്ന് തന്നെയാണ് അർത്ഥം. ഇന്നൽ ഖൗമ ഇസ്തളഅഫൂനി, തീർച്ചയായിട്ടും ഈ ആളുകൾ എന്നെ കീഴടക്കി കളഞ്ഞു, എന്നെ ദുർബലനാക്കി കളഞ്ഞു, അവരെ കൈകാര്യം ചെയ്യാൻ, അവരെ നേരിടാനൊന്നും പറ്റാത്ത വിധത്തിൽ എന്നെ അവര് ദുർബലനാക്കി നിർത്തി. എന്നെ അനുസരിക്കാതെ ഈ ആളുകള് എനിക്കൊരു സ്വാധീനവും ഒരു അധികാരവും അവരുടെ മേലില്ലാത്ത വിധത്തിലാക്കി കളഞ്ഞു. വകാദു യഖ്തുലൂനി, അവരെന്നെ കൊന്നുകളയും എന്നിടത്തോളം എത്തി കാര്യങ്ങൾ. എന്നെ അനുസരിച്ചില്ല എന്ന് മാത്രമല്ല, എന്നെ വെറും ദുർബലനായ ഒരാളാക്കി മാറ്റി, എന്നെ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവര് എന്നെ ഒതുക്കി കളഞ്ഞു. അതുകൂടാതെ അവരെന്നെ കായികമായിട്ട് തന്നെ നേരിട്ട് വകവരുത്തി കളയാനുള്ള ഒരുക്കത്തിലുമായിരുന്നു. വക്കാതു യഖ്തുലൂനനി, അവരെന്നെ കൊന്നുകളയും എന്നിടത്തോളം കാര്യങ്ങൾ എത്തി. അതുകൊണ്ട് ഫലാ തുഷ്മിത് ബി അൽ അഅദാ, എന്റെ ഈ കാര്യത്തിൽ, ഈ അവസ്ഥയിൽ ശത്രുക്കൾക്ക് ചിരിക്കാൻ നീ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. വലാ തജഅൽനി മഅൽ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമികളായ മർദ്ദകരായ ഈ ധിക്കാരം പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തില് മൂസ നീ എന്നെയും ഉൾപ്പെടുത്തരുത്. ഞാൻ അവരുടെ കൂട്ടത്തിലായിരുന്നില്ല, ഞാൻ ആ ളാലിമുകളോടൊപ്പം ദുൽമ ചെയ്യുന്നവനായിട്ട് നിലകൊള്ളുകയായിരുന്നില്ല. ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകാൻ, എന്നെ കേൾക്കാൻ, എന്നെ അനുസരിക്കാനൊന്നും അവർ സന്നദ്ധരായില്ല എന്ന് മാത്രമല്ല, എന്നെ കായികമായിട്ട് അവർ ഒതുക്കി കളയുകയും കൊന്നുകളയാൻ വേണ്ടി അവർ ശ്രമിക്കുകയൊക്കെ ചെയ്യാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പൊ നീ തിരിച്ചു വന്നതിന് ശേഷം ഇതേ അക്രമികളുടെ മുന്നിൽ എന്നെ ഒരു പരിഹാസപാത്രമാക്കി മാറ്റരുത്. ഇവർക്ക് കണ്ടു ചിരിക്കാൻ പറ്റുന്ന വിധത്തില് എന്നെ നീ ഇപ്പോ നേരിടരുത് എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് ഹാറൂൻ അലൈഹി ഇസ്ലാം പറയുന്നത്. ഈ രണ്ട് ആയത്തുകളും ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ
നമുക്ക് തെളിഞ്ഞു വരുന്ന ഒരു ചിത്രം ഈ വിഷയത്തിന്റെ രണ്ട് തലങ്ങളാണ് ഈ ആയത്തുകൾ വെളിപ്പെടുത്തുന്നത് എന്നതാണ്. ഒന്ന്, ഹാറൂൻ അലൈഹി ഇസ്ലാം ഭാഗികമായിട്ടാണ് അദ്ദേഹത്തിന് ദൗത്യവും ചുമതലയും ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മുഖ്യമായ ഉത്തരവാദിത്വം മൂസ അലൈഹി ഇസ്ലാമിനായിരുന്നു. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തില് തന്റെ സമൂഹം വഴികേടിലേക്ക് പോകുന്ന കണ്ടപ്പോ, ലലാലത്തിലേക്ക് വ്യക്തമായിട്ടും പോകുന്ന കണ്ടപ്പോ ഹാറൂൻ അലൈഹി ഇസ്ലാം ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ സാമിരി ഒരുക്കിയ ആ കെണിയിൽ പെട്ട് അയാളുടെ ആളുകളായി മാറിക്കൊണ്ട് നിലകൊള്ളുകയാണ് ചെയ്തത്. വളരെ ശക്തമായിട്ട് ഹാറൂൻ അലൈഹി ഇസ്ലാം അവരെ ഗുണദോഷിച്ചപ്പോ അവര് പറയുകയുണ്ടായത്, ഇനി ഏതായാലും മൂസ തിരിച്ചു വരട്ടെ, അതുവരെ ഞങ്ങൾ ഈ പശുവിനെയും പൂജിച്ചുകൊണ്ട് നിൽക്കാനാണ് തീരുമാനം എന്നാണ് അവര് പറയുകയുണ്ടായത്. ഇനി അതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് ഞാൻ പോയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ പോകാൻ എനിക്ക് പറ്റൂല. കാരണം അവരെന്നെ ഒതുക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ മുന്നിൽ വളരെ ദുർബലനായി പോയ ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. മാത്രവുമല്ല അവരെ എന്നെ കൊന്നുകളയാൻ പോലും തുനിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ അഴുതാവിന്റെ മുന്നിൽ, ഈ ശത്രുക്കളായ ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ നീ അപഹാസിതനാക്കരുത് എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് ഹാറൂൻ അലൈഹി ഇസ്ലാം പറയുന്നത്. യഥാർത്ഥത്തില് സൂറത്ത് ത്വാഹയിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്തുകളില് ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ അക്രമികൾക്കെതിരിൽ നടപടിയെടുക്കാതെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ട് എന്നത് ഹാറൂൻ അലൈഹി ഇസ്ലാം വിവരിക്കുന്ന ആ കാര്യം, അതായത് ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ അത് വിള്ളലുണ്ടാക്കി കളയും എന്ന് പറഞ്ഞതും മൂസ അലൈഹി ഇസ്ലാം തിരികെ എത്താനും ഇക്കാര്യത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ അഭിപ്രായം എന്താണ് എന്നതൊന്ന് കേൾക്കാനും വേണ്ടി കാത്തിരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന കാര്യവും, എന്ന് മൂസ അലൈഹി ഇസ്ലാം പറയാനിടയുണ്ട് എന്ന കാര്യവും, ഈ രണ്ട് കാര്യങ്ങളാണല്ലോ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇത് വെച്ചുകൊണ്ട് ചിലരെങ്കിലും ഒരു തെറ്റിദ്ധാരണയിലേക്ക് നീങ്ങിയിട്ടുള്ളതായി കാണാൻ കഴിയും. അടിസ്ഥാനപരമായ ഏകദൈവ വിശ്വാസത്തിന്റെ കടയ്ക്കൽ തന്നെ കത്തിവെക്കുന്ന വിധത്തിലുള്ള പ്രവണതകള് സമൂഹത്തിൽ ഉണ്ടാകുമ്പോ ഇസ്ലാമിക സമൂഹത്തിൽ അത് വിള്ളലുണ്ടാക്കും, അതിനെതിരിൽ തിരിയുന്നത് വിള്ളലുണ്ടാക്കും എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് അത്തരം നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത് എന്ന ഒരു തെറ്റിദ്ധാരണാജനകമായ ഒരു വായന ചിലരെങ്കിലും ഇത് സംബന്ധമായിട്ട് നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ അത് വിശുദ്ധ ഖുർആന്റെ തന്നെ ആത്മാവിന് യോജിക്കാത്ത, വിശുദ്ധ ഖുർആന്റെ തന്നെ അടിസ്ഥാന സന്ദേശത്തിനോട് യോജിക്കാത്ത ഒരു വിഷയമാണ്. ഇക്കാര്യത്തില് അള്ളാഹുവിന്റെ ഏകത്വത്തില് വ്യത്യസ്തമായ അഭിപ്രായവുമായി രംഗത്ത് വന്നുകൊണ്ട് ആളുകളെ ലലാലത്തിലാക്കുന്ന പ്രവണത ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുമായി കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ സമുദായത്തിന്റെ ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്നൊരു സംഗതി ഇസ്ലാമില് ഇല്ല യഥാർത്ഥത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വാപ്പായോടും കുടുംബത്തോടും ഒക്കെ ഒപ്പം ഇറാഖില് യാതൊരു പ്രശ്നമില്ലാതെ നിലകൊള്ളാൻ പറ്റുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുറൈശികളുടെ ഐക്യം, തൗഹീദിന്റെ അടിസ്ഥാന തത്വങ്ങൾ അവരെ പഠിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വിള്ളൽ ഉണ്ടാക്കി അത് നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ല. നൂഹ് അലൈഹി ഇസ്ലാമിന് സമൂഹത്തിൽ വലിയ ജനപിന്തുണ കിട്ടുമായിരുന്നു ഇങ്ങനെയുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കാൻ സന്നദ്ധനായിരുന്നെങ്കിൽ. യഥാർത്ഥത്തില് ഒരു പ്രവാചകനും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇവിടെ പ്രശ്നം എന്താണ് എന്നത് അപഗ്രഥിക്കുന്നതിൽ ആളുകൾക്ക് ഒരു പിഴവ് പറ്റിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ പിഴവ് പറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആ പിഴവ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുഖ്യമായ ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ടിരുന്നത്
മൂസ അലൈഹിസ്സലാമിനെയാണ്. ഒരു വിഷയത്തില് വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപടികളിലേക്ക് പോകേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ സ്വന്തം നിലക്ക് തീരുമാനമെടുത്ത് നടപടികളിലേക്ക് പോവുക എന്ന അത്രയും വലിയ ഒരു ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. മൂസ അലൈഹി ഇസ്ലാമിനാണ് ആ ദൗത്യത്തിന്റെ മുഖ്യമായ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഒരു സഹകാരിയായി, ഒരു സഹായിയായി, ഒരു വസീറായി ഒക്കെയാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം ഉള്ളത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തിലാണ് അദ്ദേഹത്തെ പ്രതിനിധിയായി ആ സമൂഹത്തിൽ നിർത്തുകയൊക്കെ ചെയ്യുന്നത്. ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അവരെ സംസ്കരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ട വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും ഒക്കെ ഉള്ളത്. അതിന്റെ ആവശ്യത്തിനായിട്ട് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മാർഗദർശനം അടങ്ങിയ ശിലാഫലകങ്ങള് സ്വീകരിക്കാൻ വേണ്ടി പോയ ഘട്ടത്തില് ആളുകൾക്കിടയിൽ ഇങ്ങനെയുള്ള ചിത്രത ഉണ്ടായി വന്നപ്പോ മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു വരട്ടെ എന്ന വിധത്തില് അല്പം സംയമനം കാണിച്ചുകൊണ്ട് ഹാറൂൻ അലൈഹി ഇസ്ലാം കാത്തിരുന്നുവെങ്കിൽ അത് ഛിദ്രത ഉണ്ടാകാതിരിക്കുക എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുഖ്യമായ ആദർശത്തെ ബലി കഴിക്കുക എന്ന ഒരു നടപടിയോ രീതിയോ ആയിരുന്നില്ല. അതൊരു താൽക്കാലികമായ ഒരു നയം എന്നുള്ള നിലക്കുള്ള ഒരു നടപടി മാത്രമാണ്. കാരണം ചുമതല ഹാറൂൻ അലൈഹി ഇസ്ലാമിനായിരുന്നില്ല. മൂസ അലൈഹി ഇസ്ലാം വളരെയൊന്നും വൈകാനിടയുമില്ല. മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു വിളിച്ചു വരുത്തിയിട്ടുള്ള ആ കാര്യം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാം ഉടനെ തന്നെ തിരികെ എത്തും. ആ തിരികെ എത്തുന്നതോടുകൂടി കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാക്കിക്കൊണ്ട് നടപടികളിലേക്ക് പോകാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷയിലും കണക്കുകൂട്ടലുമാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം നിലകൊള്ളുന്നത്. അത് ന്യായമായൊരു നടപടി ആണ് താൻ. ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക്, ഒരു സംഘം എന്നുള്ള നിലക്ക് ആ സംഘത്തിന് വലിയൊരു ആഘാതം ഏൽപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ അതിനെ തുടർന്ന് ചില നടപടികളിലേക്കും നയങ്ങളിലേക്കും ഒക്കെ പോകേണ്ടി വരുമ്പോ അതിന്റെ മുഖ്യമായ നേതാവ് കൂടി തിരിച്ചു വന്നിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്ന ഒരു അവധാനത കാണിക്കുക എന്നത് തന്നെയാണ് അതിന്റെ ശരിയായ, അക്കാര്യത്തിലുള്ള ശരിയായ നയം. അത് പക്ഷേ ആദർശം ബലി കഴിച്ച, ഏകദൈവ വിശ്വാസത്തിന് തകർത്ത് കളയുന്ന ഒരു നടപടിയിലേക്ക് പോയ ആളുകളെ താങ്ങി നിർത്തി അവരെ കൂട്ടിപ്പിടിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആരെങ്കിലും ഇത് തൗഹീദിനെ തന്നെ തകർത്തുകൊണ്ടുള്ള ഈ നടപടിയെ ഈ ഐക്യപ്പെടലിന്റെ പേരിൽ അത്തരം ചേർത്ത് പിടിക്കല് നടത്തിക്കൊണ്ട് നിലകൊള്ളുകയാണ്, അതും ദീർഘകാലം അങ്ങനെ ചെയ്യാമെന്ന് വെക്കുകയാണെങ്കിൽ യഥാർത്ഥത്തില് അത് വളരെ തെറ്റായ ഒരു നടപടിയാണ് എന്നതാണ് വളരെ പ്രമുഖരായ പല മുഫസ്സിറുകളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് ഖുർആനിൽ നിന്ന് വെളിച്ചം ഉൾക്കൊള്ളുന്നതിന് പകരം, ഖുർആനിൽ നിന്ന് മാർഗദർശനം സ്വീകരിക്കുന്നതിന് പകരം ഖുർആനിൽ നിന്ന് മാർഗദർശകമല്ലാത്ത പല തെറ്റായ സംഗതികളും ഏറ്റുവാങ്ങുന്ന പോലെ ഉള്ള ഒരു നടപടിയാണത് എന്നൊക്കെയാണ് പല മുഫസ്സിറുകളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് താൽക്കാലികമായ ഒരു നയം ആയിരുന്നു ഹാറൂൻ അലൈഹി ഇസ്ലാം സ്വീകരിക്കേണ്ടായിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിന് പോലും അത് വേണ്ടത്ര ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നതാണ്. ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ താടിയും മുടിയും പിടിച്ചു വലിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ മൂസ അലൈഹി ഇസ്ലാമിനെ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകം. അപ്പൊ ഈ രണ്ടും പ്രസക്താണ്. മൂസ അലൈഹി ഇസ്ലാം വളരെ കടുത്ത രീതിയിൽ ഹാറൂൻ അലൈഹി ഇസ്ലാമിനോട് പ്രതികരിച്ചു എന്നതും ഹാറൂൻ അലൈഹി ഇസ്ലാം ഒരല്പം അവധാനത കാണിക്കാനുള്ള ചില കാരണങ്ങൾ കണ്ടെത്തി എന്നതും മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്നത് വരെ എങ്കിലും കാത്തു നിൽക്കാം എന്ന് വെച്ചതും, ഇത് രണ്ടും പ്രസക്തമായ കാര്യമാണ് എന്നാണ്
ഇവിടെ ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം കടുത്ത ഭാഷയില് കടുത്ത നടപടി എന്നുള്ള വിധത്തില് ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ താടിയും മുടിയും പിടിച്ചു വലിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ഈ ഒരു സംഗതിയെ ഖുർആൻ എവിടെയും തിരുത്തി കാണുന്നില്ല. അതേപോലെ തന്നെ ഹാറൂൻ അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കി എന്ന് മൂസ അലൈഹി ഇസ്ലാം ആക്ഷേപിച്ചെങ്കിലോ എന്ന് ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞ കാര്യവും ഒരല്പം കാത്തു നിൽക്കാന് നീ കൂട്ടാക്കിയില്ലല്ലോ എന്ന് മൂസ അലൈഹി ഇസ്ലാം പറയുമോ എന്ന് ആശങ്കിച്ചു എന്ന കാര്യവും ഹാറൂൻ അലൈഹി ഇസ്ലാം പറഞ്ഞ ഈ കാര്യം, ഇതിലും ഖുർആൻ ഒരു തിരുത്തൽ നടത്തുന്നില്ല. കാരണം ഇതിൽ രണ്ടിലും പ്രസക്തമായ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ഏകദൈവ വിശ്വാസത്തിനെ തകർക്കുന്ന വിധത്തിലുള്ള വിഗ്രഹ പൂജയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് ഏത് പ്രവാചകന്റെ കാലഘട്ടത്തിലും പാടുള്ളതല്ല എന്നത് വ്യക്തമാക്കുന്ന ധാരാളം കാര്യങ്ങൾ ഖുർആനിൽ വേറെ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ബനൂ ഇസ്രായേൽ സമൂഹം തന്നെ അവരോട് പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അവരതിന് കൂട്ടാക്കാതെ ഇരുന്നതും നിരന്തരം ചോദ്യങ്ങളുമായിട്ട് വന്നതും ഒക്കെ വിവരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. അപ്പോ വിശ്വാസപരമായ അത്തരം വ്യതിചലനങ്ങളെ അതിന്റെ മുരടിൽ തന്നെ മുറിച്ചൊഴിവാക്കി വിശ്വാസപരമായ ശുദ്ധീകരണം നടത്തുക എന്നത് ഇസ്ലാമിന്റെ ഒരു സമീപനം തന്നെയാണ്, അടിസ്ഥാനപരമായ ഒരു നിലപാട് തന്നെയാണ് എന്നത് നമുക്ക് അതിൽ നിന്ന് വ്യക്തമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. അതുപോലെ മറ്റൊരു സംഗതി, അള്ളാഹുവിന്റെ ഏകത്വത്തില് കളങ്കം വരുത്തിയ, അള്ളാഹുവിൽ പങ്കുകാരെ ചേർത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് പോയ മുശ്രിക്കുകൾക്ക് മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തേക്ക് ഇനിമേൽ പ്രവേശനം അനുവദിക്കപ്പെടുന്നതല്ല എന്ന ഒരു കടുത്ത പ്രഖ്യാപനം മക്ക വിജയത്തിനെ തുടർന്ന് നടത്തുവാൻ അള്ളാഹു നിർദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനില് സൂറത്ത് തൗബയിൽ നമുക്ക് കാണാൻ സാധിക്കും. അക്കാര്യത്തിലും ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാത്തൊരു നിലപാട് തന്നെയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പൊ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിന്റെ രണ്ട് വശങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഹാറൂൻ അലൈഹി ഇസ്ലാം അകപ്പെട്ടിരുന്ന നിസ്സഹായാവസ്ഥയിൽ മൂസ അലൈഹി ഇസ്ലാമിനെ തിരികെ എത്താൻ വേണ്ടി കാത്തു നിൽക്കുക എന്ന ഒരു സ്ട്രാറ്റജി അദ്ദേഹം സ്വീകരിച്ചു എന്നത് ആക്ഷേപാർഹമായിരുന്നില്ല എങ്കിൽ പോലും ഈ വിഗ്രഹ പൂജയിലേക്ക് പോയ ആളുകളെ അവരെ പ്രീണിപ്പിച്ചുകൊണ്ടും അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും ഒക്കെ കൂടെ കൂട്ടി നിർത്തുക എന്നൊരു ഏർപ്പാട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന ഒരു സംഗതി നമുക്ക് ഈ രണ്ട് സംഗതികൾ കൂടി ചേർത്ത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ രണ്ടായത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഖാലയ ഹാറൂനു മാ മനഅക ഇദ് റഅയ്തഹും വല്ലു അല്ലാ തത്തബിഅനി എന്നാണ്. ഈ ജനത വഴികേടിലേക്ക് നീങ്ങിയപ്പോ ഞാൻ നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആ മാർഗത്തില് മുന്നോട്ട് പോകുന്നതിൽ നിന്ന് താങ്കളെ തടഞ്ഞു നിർത്തിയ കാര്യം എന്താണ് എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ചോദിച്ചത്. അതിന് നൽകിയ മറുപടി ഖാല യബ്ന അഫഅസൈത അംരി എന്നും അവിടെ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. നീ എന്റെ നിർദ്ദേശങ്ങളൊക്കെ വല്ലാതെ ധിക്കരിച്ചു കളഞ്ഞു അല്ലേ എന്നാണ് ചോദ്യം. ഖാല യബ്ന ലാ തഅഖുദ് ബിലിഹിയതി വലാ ബിറഅസി ഇന്നി ഖശീതു അൻ തഖൂല ഫറഖ്ത ബൈന ബനി ഇസ്രായീൽ വലം തർഖുബ് ഖൗലി എന്നാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം നൽകിയ മറുപടി. ബനൂ ഇസ്രായേൽ സമൂഹത്തിനിടയിൽ ഒരു ഛിദ്രത ഉണ്ടാക്കി കളഞ്ഞു എന്ന് നീ പറയാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞേക്കുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. വേറെ ഒന്ന്, എന്റെ ഒരു വാക്ക് കേൾക്കാൻ ഞാൻ തിരികെ എത്തുന്നത് വരെ ഒന്ന് കാത്തു നിൽക്കാൻ നീ കൂട്ടാക്കിയില്ല എന്നും ആക്ഷേപം ഉന്നയിക്കാൻ ഇടയുണ്ട് എന്ന് ഞാൻ പേടിച്ചു പോയി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരല്പം അതില് അവധാനത കാണിച്ചത് എന്നാണ്
ഹാറൂൻ അലൈഹി ഇസ്ലാം ഇവിടെ പറയുന്നത്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സൂറത്ത് ത്വാഹയിലെ 92 മുതൽ 94 വരെയുള്ള ആയത്തുകളാണ് പഠന വിധേയമാക്കിയിട്ടുണ്ടായിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ സംഭവ വിവരണങ്ങളിൽ നിന്ന് ശരിയായ വെളിച്ചം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.